നമസ്കാരം. ഓം നമ്മളെ ഒരുപാട് പേര് കേട്ടിട്ടുള്ളൊരു ശബ്ദമാണിത്, അല്ലേ? പക്ഷേ ഇതിന്റെ യഥാർത്ഥ അർത്ഥം എത്ര പേർക്കറിയാം? അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു നിഗൂഢതയുടെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. യോഗയിലായാലും ധ്യാനത്തിലായാലും ഓം എന്ന ഈ ചിഹ്നത്തിനും ശബ്ദത്തിനും വലിയൊരു സ്ഥാനമുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് വെറുമൊരു മന്ത്രം ചൊല്ലുന്നതല്ല, അതിനുമപ്പുറം എന്തോ ഒന്ന് ഇതിലുണ്ട്. അതെ, ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ശരിക്കും എന്താണ് ഈ ഓം? വെറുമൊരു ശബ്ദമെന്നതിലുപരി എന്താണ് ഈ ഒരൊറ്റ അക്ഷരത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ശരി, വാ, നമുക്കിതിന്റെ പിന്നിലെ കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഓം എന്നത് വെറുമൊരു ശബ്ദമല്ല, അത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ ആ പരമമായ സത്യത്തിന്റെ ഒരു പ്രതീകമാണ്. ഈ ആശയത്തിന്റെയൊക്കെ അടിസ്ഥാനം ബ്രഹ്മം എന്നൊരു സങ്കല്പമാണ്. അപ്പോൾ എന്താണ് ഈ ബ്രഹ്മം? മാറ്റങ്ങളില്ലാതെ, ഒരു നാശവുമില്ലാതെ നിലനിൽക്കുന്ന ആ പരമമായ യാഥാർത്ഥ്യം. നമ്മുടെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഓം എന്നു പറയുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കുന്നത് ഈയൊരു കാര്യമാണ്. അതായത്, ഓം ഒരു അടയാളം മാത്രമല്ല, ബ്രഹ്മത്തെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്നൊരു രൂപമാണത്. എല്ലാ ശബ്ദങ്ങളും, എല്ലാ വികാരങ്ങളുമെല്ലാം അതിൽ നിന്നാണ് തുടങ്ങുന്നത്. ശരി, ഈ പറഞ്ഞ വലിയ ആശയം ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. സാരമില്ല, നമുക്കിതൊന്ന് സിമ്പിളാക്കാം. ഈ ഓം എന്ന ശബ്ദത്തെ തന്നെ നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. നമ്മൾ ഓം എന്ന് പറയുമ്പോൾ അതിൽ 3 അടിസ്ഥാന ശബ്ദങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ, ഉ, പിന്നെ ഇവ ഓരോന്നും നമ്മുടെ ബോധത്തിന്റെ 3 അവസ്ഥകളെയാണ് കാണിക്കുന്നത്. ആ എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുന്ന ജാഗ്രതാവസ്ഥ, ഉ എന്നത് നമ്മൾ കാണുന്ന സ്വപ്നാവസ്ഥ, പിന്നെ എന്നത് നല്ല ഗാഢനിദ്രയിലുള്ള സുഷുപ്തി. ഇവിടെയാണ് ഈ ആശയം ശരിക്കും മനോഹരമാകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. ഓം എന്നത് ഈ പ്രപഞ്ച സത്യത്തിന്റെ സ്ഥിരമായ, ഒരു മാറ്റവുമില്ലാത്ത അടിത്തറയാണ്. അതേസമയം നമ്മൾ കാണുന്ന ഈ ലോകം ഈ പൂക്കളെപ്പോലെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓം ആ മാറ്റങ്ങൾക്കെല്ലാം അതീതമായി അങ്ങനെ തന്നെ നിലകൊള്ളുന്നു. അപ്പോ ഓം എന്നതിന്റെ ഒരർത്ഥം നമുക്കിപ്പോൾ പിടികിട്ടി. പക്ഷേ അടുത്ത ചോദ്യം അതിലും പ്രധാനപ്പെട്ടതാണ്. ഈ സത്യം ഇങ്ങനെ ബുദ്ധികൊണ്ട് മനസ്സിലാക്കിയാൽ മാത്രം മതിയോ, അതോ ഇത് അനുഭവിച്ചറിയാൻ വല്ല വഴിയുമുണ്ടോ? തീർച്ചയായും. ഏതൊരു യാത്ര തുടങ്ങുമ്പോഴും ആദ്യം വഴിയറിയണമല്ലോ. അപ്പോൾ അർത്ഥമറിയുക എന്നത് ആദ്യത്തെ സ്റ്റെപ്പാണ്. പക്ഷേ അത് ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക മാത്രം. അതെ, ഇതാണ് ശരിക്കുള്ള ചോദ്യം. ഈ അറിവിനെ എങ്ങനെയാണ് ഒരു യഥാർത്ഥ അനുഭവമാക്കി നമ്മൾ മാറ്റുക? അതിനൊരു വഴിയുണ്ട്. ആ വഴിയുടെ പേരാണ് അനുസന്ധാനം. ഓം എന്ന ശബ്ദത്തിലും അതിന്റെ ആഴത്തിലുള്ള അർത്ഥത്തിലും പൂർണ്ണമായി ശ്രദ്ധ കൊടുത്ത് ധ്യാനിക്കുന്ന ഒരു പ്രക്രിയയാണിത്. സ്വയം കണ്ടെത്താനുള്ള ഏറ്റവും മികച്ച വഴിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പായി മനസ്സിലാക്കണം. ഈ അനുസന്ധാനമെന്ന് പറയുന്നത് വെറുതെ കുറേ പുസ്തകങ്ങൾ വായിക്കുന്നതോ വലിയ പാണ്ഡിത്യം നേടുന്നതോ ബുദ്ധികൊണ്ടുള്ള കളികളോ അല്ല. ഇത് പൂർണ്ണമായും നമ്മുടെ ഉള്ളിൽ ചെയ്യേണ്ട ഒരു പരിശീലനമാണ്, ഒരു സാധനയാണ്. അപ്പോൾ ശരി, ഈ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ അവസാനം എന്താണ് കിട്ടുക? ഈ പരിശീലനത്തിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കും? അതാണ് നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത്. ഇതാണ് ആ വലിയ തിരിച്ചറിവ്. നമ്മൾ തുടർച്ചയായി ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഈ ഓം എന്ന് പറയുന്നത് പുറത്തെവിടെയോ പോയി കണ്ടെത്തേണ്ട ഒന്നല്ല. അതിന്റെ ആ ഒരു ശാശ്വതമായ സ്പന്ദനം എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന വലിയ സത്യം നമ്മൾ തിരിച്ചറിയും. ഈ ഒരു തിരിച്ചറിവ് പൂർണ്ണമാകുന്ന അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷമെന്ന് പറയുന്നത്. ഞാൻ ഈ കാണുന്ന ശരീരം മാത്രമല്ല, മറിച്ച് ഒരു മാറ്റവുമില്ലാത്ത ആ ശാശ്വതമായ സത്യത്തിന്റെ ഭാഗമാണ് ഞാൻ എന്ന ഉറച്ച ബോധ്യം. ഈ പറഞ്ഞതിനെയൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഒരൊറ്റ വരിയിൽ ഒതുക്കിയിരിക്കുന്നത് നോക്കൂ. ഓം എന്ന ഈ ഒരൊറ്റ അക്ഷരത്തെ പൂർണ്ണമായി അറിയുന്നതിലൂടെ ഒരാൾ സ്വയം അറിയുന്നു. അതിനേക്കാൾ വലിയൊരു അവസ്ഥ വേറെയില്ല. അപ്പോ ഈ വിവരണം ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചോദ്യം ബാക്കി വയ്ക്കുകയാണ്. ഈ പ്രപഞ്ച സത്യത്തിന് ഒരു ശബ്ദമുണ്ടെങ്കിൽ, പൂർണ്ണമായ നിശബ്ദതയിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ചെവി കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് കേൾക്കുന്നത്?